അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 12/12/2025 റബ്ബുനർ റഹ്മാൻ, നമ്മുടെ രക്ഷിതാവ് കരുണാമയനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിചരാചരങ്ങൾക്കുമേൽ സദാസമയവും അവൻ്റെ കരുണാകടാക്ഷങ്ങൾ ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, കയ്യും കണക്കുമില്ലാത്ത വിധം. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ ഇലാഹാൻ, അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭത്തിൽ 2 തവണ ആവർത്തിച്ചു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം. അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനാമങ്ങളിൽപ്പെട്ട ഒരു നാമം റഹ്മാൻ എന്നതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണ്, ശാന്തിയാണ് ലഭിക്കുന്നത്. അവൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഇറക്കിയത് തൻസീലും മിനർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. സർവ ജനങ്ങൾക്കും കാരുണ്യമായി. അത് ഇറക്കിയതോ റഹ്മത്തുല്ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും. അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കിത്തന്നു. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിഅംരി വയുംസിക്കു സ്സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഭൂമിയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആകാശങ്ങളിൽ അവൻ മേഘങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്കുമേൽ ആ മേഘങ്ങളെ അവൻ വർഷിപ്പിച്ചു തരുന്നു. നിശ്ചയം അള്ളാഹു ജനങ്ങളോട് കരുണയുള്ളവനും വാത്സല്യം ഉള്ളവനുമാണ്. അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ മേലിൽ ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിലും ആ കാരുണ്യം അവൻ വ്യാപിപ്പിച്ചിട്ടുണ്ട്. വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് റബ്ബിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് കഴിഞ്ഞുപോയ നബിമാരും പ്രവാചകന്മാരും കയ്യുയർത്തി അവർ റബ്ബിനോട് തേടിയിട്ടുണ്ട്. ഇത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഗ്ഫിർലി വലി അഖി വഅദ്ഖിൽനാ ഫീ റഹ്മതിക് വഅൻത അർഹമുർ റഹീമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, എനിക്ക് നീ പൊറുക്കണേ, എൻ്റെ സഹോദരന് പൊറുക്കണമേ, ഞങ്ങളെ നീ നിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേ, നീ കാരുണ്യവാന്മാരിൽ കരുണാമയനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞിരുന്നു, അദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നീ നിന്റെ കാരുണ്യത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കണമേ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിലും. തിരുനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷാപൂർവം റബ്ബിനോട് പറഞ്ഞിരുന്നു, ഇർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ അർ റഹ്മത്തി മൻ സിവാക്, നീ എനിക്കുമേൽ നിന്റെ കാരുണ്യം ചൊരിഞ്ഞു തരണം, മറ്റൊരാളുടെയും കാരുണ്യത്തിലേക്ക് ഞാൻ ആവശ്യമാകാത്ത വിധം. അള്ളാഹു സൃഷ്ടി ചരാചരങ്ങൾ എല്ലാവരിലും അവൻ്റെ കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ അവസ്ഥകളും സാഹചര്യങ്ങളും അനുസരിച്ച്. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മത്തൻ വഇൽമ, അവൻ എല്ലാ വസ്തുക്കളിലും കാരുണ്യം ചൊരിയുന്നു, എല്ലാ വസ്തുക്കളെ പറ്റിയിട്ടും അവന് അറിവും ഉണ്ട്. റബ്ബിന് നാം ചെയ്യുന്ന ദോഷങ്ങളൊക്കെ അറിയും. എത്ര വലിയ പാപികളാണ് നാം എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ അത് മറച്ചു വെക്കുകയും നമുക്ക് അഫ്വ് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എൻ്റെ കോപത്തിനെ മറികടക്കുന്നതാണ് എൻ്റെ കാരുണ്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിളിക്കുന്നുണ്ട്,
യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഓ സ്വന്തം ശരീരങ്ങളോട് അമിതം പ്രവർത്തിച്ച, തെറ്റുകുറ്റങ്ങൾ ചെയ്ത എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. നിശ്ചയം അള്ളാഹു മുഴുവൻ ദോഷവും പുറത്തു തരുന്നവനാണ്. അവൻ മാപ്പാക്കുന്നവനും കാരുണ്യവാനുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുമേൽ അവൻ്റെ ആ കരുണാ കടാക്ഷങ്ങളുടെ വാതിലായ ആകാശം തുറന്നു വെച്ചു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാൽ ആ പ്രാർത്ഥന അവൻ കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് അവൻ ഉത്തരം തരുകയും ചെയ്യും. വഹുവ അർഹമുർ റാഹിമീൻ. അവൻ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ്. എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തന്നിട്ടുള്ളത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് എത്രയാണ് അവൻ സന്തോഷം നൽകിയിട്ടുള്ളത്. നാം ദുഃഖം തളം കെട്ടിയിരുന്ന മനസ്സിലേക്ക് അവൻ എത്രയാണ് നമ്മൾ സമാധാനം ചുരിഞ്ഞു നിന്നിട്ടുള്ളത്. ഇല്ലാ റഹ്മത്തം മിർ റബ്ബിക് ഇന്ന ഫളലഹു കാന അലൈക റഖീബ ഇന്ന ഫളലഹു കാന അലൈക കബീറ. എല്ലാം റബ്ബിൻ്റെ അനുഗ്രഹമാണ്. റബ്ബ് നമുക്കുമേൽ ചെയ്തു എന്ന അനുഗ്രഹം അത്രമാത്രം വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നു. ആ പ്രതിസന്ധികൾ അവൻ തട്ടിമാറ്റിക്കളയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾക്കു ശേഷം അവൻ നമുക്ക് ആശ്വാസം തരുന്നു. സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ. ഒരു വിശ്വാസി ഒരിക്കലും പൊറുതികേട് കാണിക്കരുത്. അവൻ ദുഃഖിതനായി ഇരിക്കരുത്. റഹ്മാനായ തമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ ആകാശത്തു നിന്നും നമുക്ക് മേൽ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും പ്രതീക്ഷ നൽകുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വേദന അവൻ ആശ്വസിപ്പിക്കും. രോഗങ്ങൾ അവൻ സുഖപ്പെടുത്തി തരും. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ അവൻ അതിനേക്കാൾ നല്ലതായി തിരിച്ചു തരും. ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ടാൽ മറ്റൊരു വാതിൽ നമുക്കവൻ തുറന്നു തരും. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് കരുണാമയനും കൃപയുള്ളവനുമാണ്. നാം ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. നമുക്ക് എന്തൊരു പ്രയാസം വന്നോ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ശേഷം എനിക്കൊരു ആശ്വാസം വരുന്നുണ്ട്. അതുകൊണ്ട് നീ ക്ഷമിക്കണം. ക്ഷമിച്ചാൽ എനിക്കെൻ്റെ റബ്ബ് വലിയ പ്രതിഫലം നൽകും. മാമിൻ ഷൈഇൻ യുസീബുൽ മുഅ്മിൻ ഹത്ത ഷൗക്കത്തു തുസീബുഹു ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന ഔ ഹുത്തത്ത് അൻഹു ബിഹാ ഖത്തിഅ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുക പോലും ഇല്ല. അള്ളാഹു അവന് അതിന് പകരം ഒരു പ്രതിഫലം രേഖപ്പെടുത്തിയിട്ടും അവൻ്റെ ഒരു ദോഷത്തെ അവൻ പുറത്തു നിന്നിട്ടും ഒഴികെ. റഹ്മത്തം മിർ റബ്ബിക് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഇതൊക്കെ റബ്ബിൻ്റെ കാരുണ്യമാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം മനസ്സിലാക്കുന്നവനും ആണ്. റബ്ബിൻ്റെ കാരുണ്യം അവൻ 100 അംശിച്ചിട്ടുണ്ട്. തിരുനബിയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിലെ ഒരു അംശം മാത്രമേ അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ് ഫഅംസക ഇൻദഹു 99 വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ ഫമിൻ ദാലിക്കൽ ജുസ്ഇ തതറാഹമുൽ ഖലായിഖ്. 100 ഒരു അംശം ഭൂമിയിലേക്ക് അവൻ ഇറക്കി. ആ 99 അംശം അവൻ അവൻ്റെ അടുക്കൽ പരലോകത്തേക്ക് വേണ്ടി നീക്കിവെച്ചു. ആ ഒരു അംശം കാരണമായിട്ടാണ് സൃഷ്ടികൾ പരസ്പരം ഇങ്ങനെ കരുണ കാണിക്കുന്നത്. അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണപ്പോൾ. നാം നമ്മുടെ ചുറ്റുപാടുള്ളവരോട് കരുണ കാണിച്ചാൽ റഹ്മാനായ തമ്പുരാൻ
നമുക്ക് കരുണ ചരിഞ്ഞു തരും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നബിതങ്ങൾ പറയുകയാണ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങൾക്കുമേൽ കരുണ ചൊരിഞ്ഞു തരും. നാം മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടെ പെരുമാറണം. ഖുർആൻ പറഞ്ഞല്ലോ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അവർക്ക് നീ കാരുണ്യത്തിൻ്റെ താഴ്മയുടെ വിനയത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഇണയോട്, ഭാര്യയോട്, ഭർത്താവിനോട് നാം കാരുണ്യം കാണിക്കണം. വജഅല ബൈനക്കും മവദ്ദത്തം റഹ്മ. നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ആക്കിയിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് കാണിച്ചിരുന്ന കാരുണ്യവും വാത്സല്യവും. മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെക്കാൾ കുട്ടികളോട് കാരുണ്യം കാണിച്ചിരുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. നാം എപ്പോഴും കാരുണ്യം ചെയ്യുന്നവരാകണം. നമ്മുടെ സമൂഹത്തിന്, മുഴുവൻ ജനങ്ങൾക്കും നാം കാരുണ്യം ചൊരിയണം. അപ്പോൾ നമുക്ക് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണ ലഭിക്കും. റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. നബിമാർ അങ്ങനെയായിരുന്നല്ലോ. റബ്ബിന് നാം എപ്പോഴും അനുസരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യണം. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നന്മ ചെയ്യുന്നവരോട് ഏറ്റവും അടുത്തതാണ്. വഅഖീമുസ്സലാത്ത വആതു സക്കാത്ത വഅതീഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിസ്കാരം കൃത്യമായി നിലനിർത്തുക, സക്കാത്ത് കൊടുത്തുവിട്ടുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകും, നിങ്ങൾ റഹ്മത്ത് ലഭിച്ചവരാകും. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. എപ്പോഴും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് കേൾക്കുകയും ശ്രദ്ധാപൂർവം അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. നിങ്ങൾ കാരുണ്യവാന്മാരാകാൻ വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുക. വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. റബ്ബിനോട് പൊറുക്കലിനെ തേടിയാൽ അവൻ നമുക്ക് പൊറുത്തു തരുകയും കരുണ ചൊരിയുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ മേലിൽ അവൻ്റെ കരുണാകടാക്ഷം സദാ വർഷിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അവൻ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.